അപ്പുക്കുട്ടൻ സംവിധായകരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ അനുസ്മരിച്ചു. ചുറ്റുവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പ്രത്യേക പരിപാടിയായ പിസ്സ മുതൽ ലോഗോ വരെയാണ്. Ladies and gentlemen, we have detected gravitational waves. We did it. വലിയ ഉയരങ്ങൾ മനുഷ്യനെ എപ്പോഴും ഭയപ്പെടുത്തുന്നു. കാരണം ഔന്നത്യങ്ങൾ അവനെ ഓർമ്മപ്പെടുത്തുന്നത് വീഴ്ചകളെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിലെ കാണാച്ചുഴികളിലെ വീഴ്ചകളിലേക്കും അതിനു പിന്നിലെ ശക്തിയിലേക്കുമാണ് പിസ്സ മുതൽ ലിഗോ വരെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീഴ്ചയുടെ ചിന്തയിൽ ഒരു മനുഷ്യൻ പടികയറിപ്പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. 1589 ഇറ്റാലിയൻ നഗരമായ പിസയിലെ കത്തീഡ്രൽ ബെൽ ടവറിലേക്ക് വ്യത്യസ്ത ഭാരമുള്ള 2 ലോഹഗോളങ്ങളുമായി ആ മനുഷ്യൻ നടന്നുകയറി. ഗലീലിയോ ഗലീലി. ആ ഗോളങ്ങളെ പിസ ഗോപുരത്തിന്റെ ഉയരം നിന്ന് താഴേക്കെറിഞ്ഞ് വീഴ്ചയുടെ വേഗതയിൽ ഭാരത്തിന് സ്ഥാനമില്ലെന്ന് ഗലീലിയോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വായു ഉൾപ്പെടെ മറ്റൊരു തടസ്സവും പ്രവർത്തിച്ചില്ലെങ്കിൽ പക്ഷിത്തൂവലും ഇരുമ്പു കഷ്ണവും ഒരേ സമയം ഭൂമിയിലെത്തുമെന്ന് അദ്ദേഹം തന്റെ ചിന്താപരീക്ഷണത്തിലൂടെ കണ്ടെത്തി. ക്രിസ്തുവിനു മുൻപ് ഇതിനു നേരെ വിപരീത അഭിപ്രായം അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നു. ഭൂഗുരുത്വത്തെ സംബന്ധിച്ച പരമമായൊരു സത്യം പ്രപഞ്ചം ഗലീലിയോയിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അരിസ്റ്റോട്ടിലിന്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ലാതായി. നിരീക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും പ്രപഞ്ചസത്യങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന ഗലീലിയോ ഗലീലി 1642 അന്തരിച്ചത്. അതേ വർഷം ബ്രിട്ടനിൽ നിന്ന് ശാസ്ത്രത്തിനു വേണ്ടി മറ്റൊരു ഉദയമുണ്ടായി. മഹാനായ ഗണിതജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ സർ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണെന്നത് സർഗാത്മകമായൊരു കൂട്ടിപ്പറയലാകാം. എന്നാൽ ആപ്പിളിന്റെ വീഴ്ചയിൽ നിന്ന് ന്യൂട്ടന്റെ ചിന്തയിൽ ഒരു പുത്തൻ ചന്ദ്രോദയമുണ്ടായി. ആപ്പിൾ താഴേക്ക് വീഴാനുള്ള കാരണമെന്ത്? ആപ്പിളിനെ പോലെ ചന്ദ്രൻ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നില്ല? ആ ചോദ്യങ്ങളിൽ നിന്ന് ഭൂമിയെയും ചന്ദ്രനെയും സൂര്യനെയും ഗ്രഹങ്ങളെയുമെല്ലാം കൂട്ടിക്കെട്ടിയ ശക്തി വെളിവായി. വർഷം. അത്രയും വർഷം ന്യൂട്ടന്റെ ഗുരുത്വത്തിന് ഒന്നും സംഭവിച്ചില്ല. ആധുനിക ശാസ്ത്രലോകത്ത് ദൈവസമാനനായി ന്യൂട്ടൻ നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ശാസ്ത്രത്തിന്റെ ബൈബിളുമായി. 2 വ്യത്യസ്ത പോയിന്റുകളിലിരിക്കുന്ന പിണ്ഡങ്ങൾ തമ്മിൽ, വസ്തുക്കൾ തമ്മിൽ ആകർഷണം ഉണ്ടാകുന്നതിൻ്റെ ഗണിതപരമായിട്ടുള്ള വിശകലനം കൃത്യമായിട്ട് നടത്തിയ ആദ്യത്തെ സിദ്ധാന്തമാണ് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം. ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിന് ശേഷം വ്യത്യസ്തമായ കാലങ്ങളിൽ പലതരത്തിലുള്ള ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ചുള്ള അവലോകനങ്ങൾ വരികയും അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് 1905 പിന്നീട് 1915 ഐൻസ്റ്റീൻ്റെ 2 സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു. 1905 ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മിറക്കിൾ വർഷമാണ്. സ്വിസ് പാറ്റന്റ് ഓഫീസിലെ 3ാം ക്ലാസ് ക്ലർക്കിന്റെ വകയായി വിശിഷ്ടാപേക്ഷിത ഉൾപ്പെടെ 4 ഭൗതികശാസ്ത്ര പേപ്പറുകൾ പ്രത്യക്ഷപ്പെടുന്നു. ശരിക്കും ശാസ്ത്രലോകത്തെ ഞെട്ടിക്കേണ്ട പേപ്പറുകൾ. ഇന്ന് ലോകത്തിലെ ഏറ്റവും മഹത്തായ ശാസ്ത്ര സമവാക്യം എന്നറിയപ്പെടുന്ന E=mc² അതിലുണ്ടായിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ഐൻസ്റ്റീന്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ ലോകം അറിയാതെ പോയി. അന്നത്തെ ഏറ്റവും പ്രശസ്തനായ ഭൗതികശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക് അത് കാണുന്നതുവരെ അത് അങ്ങനെ തുടർന്നു. സഞ്ചാരത്തിന്റെ വേഗം കൂടുമ്പോൾ കാലത്തിന്റെ പ്രയാണം മന്ദഗതിയിലാകുന്നു. സഞ്ചാരം പ്രകാശവേഗത്തിലായാൽ സമയം അതിന്റെ യാത്ര നിർത്തുന്നു.
സ്പേസ് ഷിപ്പിൽ കയറി പ്രകാശത്തിനോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കുക, 1 മാസത്തിന് ശേഷം മടങ്ങിവരിക. യാത്രികൻ കാലുകുത്തുന്നത് വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചൊരു ഭൂമിയിലാകും. നിങ്ങളെക്കാൾ പ്രായം കുറവായിരുന്ന ഭാര്യയ്ക്ക് ഇപ്പോൾ നിങ്ങളെക്കാൾ പ്രായമുണ്ടാകും. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കണ്ടെത്തൽ. പക്ഷേ മാക്സ് പ്ലാങ്കും അസാമാന്യ ബുദ്ധിയുടെ ഉടമയായിരുന്നു. മാക്സ് പ്ലാങ്കിന്റെ ശ്രദ്ധയിലെത്താനായെങ്കിലും ശാസ്ത്രലോകത്തിന് ഐൻസ്റ്റീൻ അപരിചിതനായി തന്നെ തുടർന്നു. 1907 ഏറ്റവും ശ്രദ്ധേയമായ ആ ചിന്ത ഐൻസ്റ്റീന്റെ തലച്ചോറിലെത്തുന്നത്. വിശിഷ്ട ആപേക്ഷികത തടസ്സമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഗുരുത്വമെന്ന ബലത്തെ തന്റെ സിദ്ധാന്തം പരിഗണിക്കുന്നില്ല. ഗുരുത്വത്തിന് പിന്നാലെ ഐൻസ്റ്റീൻ ചെലവഴിച്ചത് നീണ്ട 9 വർഷങ്ങൾ. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടായി. പോളിടെക്നിക്കിൽ നിന്ന് ഐൻസ്റ്റീന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി എത്തിയ മിലേവ. അവർക്ക് പിറന്ന 2 മക്കൾ. അവരെല്ലാം അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു. പേറ്റന്റ് ഓഫീസ് ക്ലർക്കിൽ നിന്നും ഐൻസ്റ്റീൻ ഭൗതികശാസ്ത്ര പ്രൊഫസറായി. വീണ്ടും ജന്മനാടായ ജർമ്മനിയിലെത്തി. അങ്ങനെ വലിയ മാറ്റങ്ങൾ. ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഗുരുത്വം ഒരു ആകർഷണ ശക്തിയല്ല. സ്ഥലവും കാലവും പരസ്പരം വേർപെടുത്താനാവാത്ത ബന്ധനത്താൽ കൂട്ടിയോജിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഐൻസ്റ്റീൻ കണ്ടെത്തിയത്. സ്ഥലത്തിന്റെ 3 മാനങ്ങളും കാലത്തിന്റെ 4-ാം മാനവും ചേർന്ന സ്ഥലകാല നൈരന്തര്യത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. വലിച്ചുകെട്ടിയൊരു റബ്ബർ ഷീറ്റ് ഇതിനുദാഹരണമായി ശാസ്ത്രജ്ഞർ പറയാറുണ്ട്. അതിലൊരു ഇരുമ്പുഗോളം വയ്ക്കുക. വലിച്ചുകെട്ടിയ പ്രതലം സ്ഥലകാല നൈരന്തര്യവും ഇരുമ്പുഗോളം സൂര്യനുമാണെന്ന് സങ്കല്പിക്കുക. ഇരുമ്പുഗോളം പ്രതലത്തിലുണ്ടാക്കിയ ഇതുപോലൊരു ചുഴിയാണ് ഗുരുത്വം. അതിന്റെ പരിധിയിലേക്ക് വരുന്നതൊക്കെ അതിനുള്ളിലേക്ക് വീഴുന്നു. അതൊരു കണ്ടിന്യൂമാണ്, തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ശ്രേണിയായിട്ടാണ്. എന്നാൽ ദ്രവ്യമാനമുള്ള വസ്തുക്കളുടെ സമീപത്ത് ഘടന ആകെ മാറുന്നു. കാരണം ന്യൂട്ടൺ പറഞ്ഞത് ഗുരുത്വാകർഷണം ഉണ്ടാകുന്നു, പക്ഷേ എങ്ങനെ ഗുരുത്വാകർഷണം ഉണ്ടാകുന്നു എന്ന് ന്യൂട്ടൺ നമുക്ക് പറഞ്ഞു തന്നില്ല. അതിൻ്റെ ഒരു വിപുലീകരണമായിട്ടാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് ദ്രവ്യമാനമുള്ള വസ്തുക്കളുടെ സമീപത്ത് സ്ഥലവും കാലവും അല്ലെങ്കിൽ സ്ഥലകാലം വക്രമാകുന്നു എന്നുള്ളത്. ഗാലക്സികൾ, തമോഗർത്തങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, വലിയ ഭാരമുള്ള വസ്തുക്കളൊക്കെ സ്ഥലകാല നൈരന്തര്യത്തിന്റെ റബ്ബർ ഷീറ്റിൽ ചുഴികൾ ഉണ്ടാക്കുന്നു. ഒരർത്ഥത്തിൽ ഗുരുത്വബലമെന്ന് ഒന്നില്ല. സ്ഥലത്തിലെയും സമയത്തിലെയും വക്രതയാണ് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുന്നത്. തെളിയിക്കാൻ ഏറെ പ്രയാസമുള്ള സാമാന്യാപേക്ഷികതയുടെ ഗണിതക്രിയകൾ 1915 ഐൻസ്റ്റീൻ പൂർത്തിയാക്കിയത്. അതേ വർഷം പെർഷ്യൻ അക്കാഡമിയിൽ സിദ്ധാന്തം അവതരിപ്പിച്ചു. ശാസ്ത്രകൽപ്പിത കഥ പോലൊരു സിദ്ധാന്തം. 1915 ഐൻസ്റ്റീൻ മുന്നോട്ട് വച്ച ജനറൽ റിലേറ്റിവിറ്റി തിയറിയാണ് ഇന്ന് ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ചിട്ടുള്ള അവസാന സിദ്ധാന്തം, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള സിദ്ധാന്തം എന്നുള്ള തരത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഗണിത സമവാക്യത്തിലൂടെ തെളിയിക്കപ്പെട്ട സാമാന്യാപേക്ഷികത യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാനുള്ള പരീക്ഷണ പദ്ധതിയും ഐൻസ്റ്റീൻ തന്നെ മുന്നോട്ട് വെച്ചു. നക്ഷത്രങ്ങളെയും സൂര്യനെയുമാണ് അതിനായി ഐൻസ്റ്റീൻ തിരഞ്ഞെടുത്തത്. 2 നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കുക. അവയ്ക്കിടയിലേക്ക് സൂര്യൻ എത്തിയതിനു ശേഷമുള്ള അകലവും അളക്കുക. സൂര്യന് സ്ഥലകാലത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ നക്ഷത്രങ്ങൾ നേരത്തെ കണ്ടതിൽ നിന്നും അകലെയാണെന്ന് തോന്നും. എന്നാൽ സൂര്യന്റെ വെളിച്ചത്തിൽ നക്ഷത്രങ്ങൾ തെളിയില്ല. പൂർണ്ണഗ്രഹണ സമയത്തെ നിരീക്ഷണത്തിൽ നിന്ന് ഇത് സാധ്യമാകുമെന്ന് ഐൻസ്റ്റീൻ പ്രവചിച്ചു. 1914 മുതൽ ഇതിനുള്ള പരീക്ഷണങ്ങൾ വാനനിരീക്ഷകർ തുടങ്ങി. 1918 ജൂൺ 8 വാഷിംഗ്ടണിൽ ദൃശ്യമായ ഗ്രഹണത്തിന്റെ ചിത്രമെടുത്ത അമേരിക്കൻ ലൂക്ക് ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞനായ ക്യാമ്പൽ ഐൻസ്റ്റീന്റെ സിദ്ധാന്തം തെറ്റാണെന്ന് വാദിച്ചു. 1919 ഫെബ്രുവരിയിൽ ആഫ്രിക്കയിലെ പ്രിൻസിപ്പയിൽ നിന്നെടുത്ത ചിത്രങ്ങൾ വെച്ച് ആർതർ എഡിംഗ്ടൺ ഐൻസ്റ്റീന്റെ സിദ്ധാന്തം ശരിയാണെന്ന് വാദിച്ചു. ഈ തർക്കങ്ങൾ 1992 സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിൽ ദൃശ്യമായ സൂര്യഗ്രഹണത്തോടെയാണ് തീർന്നത്. ഐൻസ്റ്റീന്റെ സിദ്ധാന്തം ശരിയാണെന്ന് ക്യാമ്പലും തിരിച്ചറിഞ്ഞു. ശാസ്ത്രലോകത്തു നിന്ന് ആദ്യ സൂപ്പർ ഹീറോ. ഐൻസ്റ്റീനെ കാണാൻ ജനങ്ങൾ അദ്ദേഹം പോകുന്നിടത്തൊക്കെ തടിച്ചുകൂടി. തെളിയിക്കാൻ ഏറ്റവും പ്രയാസമേറിയ ശാസ്ത്ര സിദ്ധാന്തം 1922 തെളിയിക്കപ്പെട്ടു. പക്ഷേ അവിടെ ഒന്നും അവസാനിക്കുന്നില്ല.
ഇവിടെയാണ് ഗുരുത്വ തരംഗങ്ങളുടെയും അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളുടെയും കഥ തുടങ്ങുന്നത്. ഐൻസ്റ്റൈൻ ആദ്യമായിട്ട് ഈ ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റിയിലെ ഫീൽഡ് ഇക്വേഷൻസിന്, ഐൻസ്റ്റൈൻസ് ഇക്വേഷൻസിന് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻസ് ഉണ്ട് എന്ന് ഐൻസ്റ്റൈൻ്റെ 1916 ഒരു പേപ്പറിലാണ് ആദ്യമായിട്ട് ഐൻസ്റ്റൈൻ തന്നെയാണ് കണ്ടെത്തിയത്. പക്ഷേ പിന്നീട് ഐൻസ്റ്റൈൻ പോലും ആ കാൽക്കുലേഷൻ്റെ സാധുതയെ സംശയിച്ചിരുന്നു. പിന്നീട് ഐൻസ്റ്റൈൻ തന്നെ കൂടുതൽ കാൽക്കുലേഷനോട് പറഞ്ഞത് ഇത് ആക്ച്വലി ഒരു ഫിസിക്കൽ എഫക്റ്റ് ആയിരിക്കില്ല, ഇതൊരു മാത്തമാറ്റിക്കൽ എഫക്റ്റ് മാത്രമായിരിക്കാം എന്ന്. ഇത് വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് എത്തിച്ചിരുന്നു. അത് 1960കളിലൊക്കെയാണ് കുറേ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻസ്, ബോണ്ടി അങ്ങനത്തെ ആളുകളുടെ റിഗറസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ആക്ച്വലി ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ളത് ഒരു ഫിസിക്കൽ എഫക്റ്റാണ്, പ്രകൃതിയിലും കണ്ടെത്താവുന്ന ഒരു പ്രതിഭാസമാണ്, വെറും ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് അല്ല എന്നുള്ളത് വെളിവായത്. തലകാലങ്ങൾ ചേർന്നൊരുക്കുന്ന നൈരന്തര്യം ഒരു നിശ്ചലമായ കുളമാണെന്ന് കരുതുക. അതിന് നടുവിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ അതിൽ ഓളങ്ങളുണ്ടാകും. വലിയ ഭാരമുള്ള വസ്തുക്കൾക്ക് സ്ഥലകാല നൈരന്തര്യത്തിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഐൻസ്റ്റൈൻ 1916 പ്രവചിച്ചു. ആ ഓളങ്ങൾ ഗുരുത്വ തരംഗങ്ങളായി പ്രപഞ്ചത്തിൽ സഞ്ചരിക്കും. തെളിയിക്കാൻ കഴിയുമെന്ന് ഐൻസ്റ്റൈൻ പോലും കരുതാത്ത സിദ്ധാന്തം. ഈ ഗുരുത്വകണികകളെ പിടികൂടാനാണ് 1960കളിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളായ MITയും കാൽടെക്കും ചേർന്ന് ലേസർ ഇന്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1992 പദ്ധതിക്ക് അമേരിക്കൻ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ അംഗീകാരം നൽകി. ഇന്ത്യ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 14 രാജ്യങ്ങൾ, 90 യൂണിവേഴ്സിറ്റികൾ, 1000-ഓളം ശാസ്ത്രജ്ഞർ. ബൃഹത് പദ്ധതിയാണ് ഇന്ന് LIGO. ലിവിങ്സ്റ്റൺ, ഹാൻഫോർഡ് എന്നിവിടങ്ങളിലായി 2 ഒബ്സർവേറ്ററികളാണ് LIGOയ്ക്കുള്ളത്. 4 കിലോമീറ്റർ നീളത്തിൽ എൽ ഷേപ്പിലുള്ള 2 നീണ്ട ടണലുകളാണ് ഒബ്സർവേറ്ററിയുടെ പ്രധാന ഭാഗങ്ങൾ. ഈ 2 ടണലുകളുടെയും അറ്റത്തായി 2 ദർപ്പണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേസർ രശ്മികൾ നിരന്തരം പായിക്കും. തുല്യദൂരം താണ്ടി മടങ്ങുന്ന രശ്മികളെ ഇന്റർഫെറോമീറ്ററിലൂടെ കടത്തിവിട്ട് ഒരു സ്ക്രീനിൽ പതിപ്പിക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ തുല്യദൂരം സഞ്ചരിച്ച് ഒരുമിച്ച് 2 രശ്മികളും തിരിച്ചെത്തിയാൽ ഒരു സിഗ്നൽ ലഭിക്കില്ല. എന്നാൽ ഇതിലേതെങ്കിലും തരത്തിലുള്ള ചാഞ്ചല്യങ്ങൾ ഉണ്ടായാൽ സിഗ്നലുകൾ ലഭിക്കും. ഗുരുത്വ തരംഗങ്ങൾ എത്തിയാൽ ദർപ്പണങ്ങളിൽ ചാഞ്ചല്യമുണ്ടാകുമെന്ന തത്വം ഉപയോഗിച്ചാണ് ഒബ്സർവേറ്ററി പ്രവർത്തിക്കുന്നത്. ഈ ഗ്രാവിറ്റേഷൻ വേവ്സ് എർത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എസെൻഷ്യലി അത് ചെയ്യുന്നത് നമ്മുടെ സ്പേസിനെ സ്ട്രെച്ച് ചെയ്യുകയും സ്ക്യൂസ് ചെയ്യുകയും ചെയ്യും. അത് വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഡീഫോർമേഷനാണ്. അപ്പോൾ ഈ ലേസർ ഇന്റർഫെറോമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എൽ ഷേപ്പുള്ളൊരു ഡിറ്റക്ടറാണ്. ഈ ഗ്രാവിറ്റേഷൻ വേവിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആം ഗെറ്റ് സ്ട്രെച്ച്ഡ് ആൻഡ് ദി അതർ ആം ഗെറ്റ് കംപ്രസ്ഡ്. ഈ 2 ആംസിൻ്റെ രണ്ട് ശാഖകളുടെ ദൂരം എന്താ പറയുക, നീളം തമ്മിലുള്ള വ്യത്യാസം, ലെങ്ത് തമ്മിലുള്ള വ്യത്യാസം മെഷർ ചെയ്യാമെന്നാണ് ഈ ഇന്റർഫെറോമീറ്റർ ചെയ്യുന്നത്. മിററിലുള്ള ചെറിയ വൈബ്രേഷൻസ് ആണ് ഡിറ്റക്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഗ്രാവിറ്റേഷൻ വേവ്സ് അല്ലാത്ത പല കാര്യങ്ങളും ഇതിനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് സൈസ്മിക് നോയ്സ്. നമ്മുടെ ഭൂമി ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ തോതിൽ. വലിയ ഭൂകമ്പങ്ങളല്ല, സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കുമ്പോൾ പോലും ചെറിയ സൈസ്മിക് മോഷൻ ഉണ്ട്. അത് ദാറ്റ് ക്യാൻ ഷേക്ക് ദ മിറർ. അപ്പം അതിൻ്റെ കപ്ലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മിറേഴ്സ് ആർ സസ്പെൻഡഡ് ആസ് പെൻഡുലംസ്. അതിൻ്റെ ഭാഗമായി അപ്പോൾ മുകളിൽ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ റിയൽ മിറേഴ്സിന് വേണ്ടിയുള്ള വൈബ്രേഷൻ കുറയ്ക്കും. അതുപോലെ വളരെ പ്രിസൈസ് ആയിട്ട് ലേസേഴ്സ് ഉപയോഗിക്കുന്നു, വളരെ പ്രിസൈസ് ആയിട്ടുള്ള വൈബ്രേഷൻ ഐസൊലേഷൻ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇത്രയും ചെറിയ ഒരു ദൂരവ്യത്യാസത്തിനെ അളക്കാൻ ഇന്റർഫെറോമീറ്ററിനെ സഹായിക്കും.